2005 ഉപ്പയുടെ കയ്യും പിടിച്ച് പൂനൂരേക്ക് ചെല്ലുന്നത്. ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദിൻ്റെ മദീനത്തുന്നൂർ ക്യാമ്പസിലേക്ക്. ഒന്നും അറിയില്ല അന്ന്. ഇന്നിപ്പോൾ ഇവിടെ ഇരുന്നിത് പറയുമ്പോൾ 21 കൊല്ലം കഴിഞ്ഞു. ഈ 21 കൊല്ലം ഉസ്താദ് എല്ലാ അർത്ഥത്തിലും ഒരു രക്ഷിതാവാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഞങ്ങളുടെ അടുത്തൊക്കെ വരുന്ന സമയത്ത് മൗനം പോലും പല കാര്യങ്ങളും പറയുന്നതായിരിക്കും. ഒന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിൽ പല കാര്യങ്ങളും ഉസ്താദ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. അത്രമേൽ ജീവിതത്തെ തൊട്ട പ്രിയപ്പെട്ട ഉസ്താദ്. 2005 ഒരു വീട് മാത്രം ഉണ്ടായിരുന്നത്. അവിടെ ഞങ്ങൾ മണ്ണ് പാകിയ നിലത്താണ് കിടക്കുക. ഉറുമ്പൊക്കെ ഉണ്ടാവും. അധ്വാനിച്ച് ലോകം മൊത്തം അവിടെ ഇവിടെയൊക്കെ പോയി നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാക്കി ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിച്ചു. അന്ന് 100 കുട്ടികളേ ഉള്ളൂ ക്യാമ്പസിൽ. പക്ഷെ നിലത്ത് കിടക്കുന്നത് കണ്ട് വിഷമമായി ആരോടൊക്കെയോ പറഞ്ഞു ഓരോ കുട്ടികൾക്കും ഓരോ കട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ടു. സുബ്ഹാനല്ലാഹ്, അന്ന് കട്ടിലിൽ കിടന്നുറങ്ങുന്ന മുത്താലിമ് കേരളത്തിൽ വേറെ ഉണ്ടാവില്ല. പൂനൂർ ക്യാമ്പസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നൂറാനി ആവണം എന്ന സ്വപ്നത്തോടുകൂടി അങ്ങനെ യാത്ര തുടർന്നു. അന്ന് 100 കുട്ടികളുടെ ഓരോരുത്തരുടെയും വാപ്പയുടെ പേരടക്കം ഉസ്താദിനെ അറിയായിരുന്നു. ഞങ്ങളുടെ MNC നമ്പർ എന്ന് പറയും, മദീനത്തുന്നൂർ അഡ്മിഷൻ നമ്പർ. ആ നമ്പർ പോലും ഉസ്താദ് വിളിക്കുമായിരുന്നു പല കുട്ടികളുടേതും. അത്രമേൽ ആത്മബന്ധമായിരുന്നു. ഇന്ന് വർഷാവർഷം 100 കണക്കിന് കുട്ടികളാണ് നൂറാനിമാരായി ഇറങ്ങുന്നത്. കമ്മ്യൂണിറ്റി വലുതായി. ഉസ്താദ് വലിയൊരു ക്യാമ്പസിന് വേണ്ടിയിട്ട് സ്ഥലമൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, കോടിക്കണക്കിന് രൂപയാണ് അതിൻ്റെ പദ്ധതി, പ്രൊജക്റ്റ്. പക്ഷേ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം വന്നു. ആ വലിയ ക്യാമ്പസിൽ, നൂറാനികൾക്കായിട്ടുള്ള ആ ക്യാമ്പസിൽ ഒരു ക്ലാസ് റൂം ഒരുക്കി കൊടുക്കാൻ കഴിയണം എന്നൊരാഗ്രഹം. ആ ആഗ്രഹം മനസ്സിലിങ്ങനെ റമളാന് തുടക്കത്തിൽ തികട്ടി വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ക്ലാസ് റൂം ഉസ്താദിൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു കോസ്റ്റ് കൊടുക്കണം. ഞാൻ മദീനത്തുന്നൂറിൽ പഠിച്ചുകൊണ്ടിരിക്കെ വാപ്പ അനിയനെയും അവിടെ കൊണ്ടു ചെന്നാക്കി. ഞങ്ങൾ 2 പേരും പഠിപ്പിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടല്ലോ, ഞങ്ങളുടെ പരിചയക്കാരുണ്ടല്ലോ, ഓരോരുത്തരിൽ നിന്നും കഴിയാവുന്നത് സ്വീകരിച്ച് ഒരു ക്ലാസ് റൂം ഉസ്താദിന് കൊടുക്കണം. 5 ലക്ഷം രൂപയാണ് അതിൻ്റെ കോസ്റ്റ്. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരിചയമുള്ളവർ, ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു മനുഷ്യൻ്റേതാണ്. അവരാണ് ഞങ്ങളെയെല്ലാം. എന്തൊക്കെ നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ടോ അതെല്ലാം ഉസ്താദുമാരാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൂടെ ഉണ്ടാവണം. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാനിത് സംസാരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്തുണക്കണം. ഈദുൽ ഫിത്തറോടുകൂടി ഒരു ക്ലാസ് റൂം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, അതിൻ്റെ കോസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഉസ്താദിന് സമ്മാനിക്കാൻ കഴിയണം എന്നാണ് ആഗ്രഹം. കൂടെ ഉണ്ടാവുമെന്ന അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.